ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര എണ്ണം കഴിച്ചാലും കൊതി തീരാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഇതിന്റെ ആ ഒരു കുതിരാൻ വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. റേഷൻ പച്ചരിയോ സാദാ പച്ചരിയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ പച്ചരിയാണ്. ഈ പച്ചരി ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ഏലക്കയും ചെറിയ ജീരകവും ഒക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു നുള്ള് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml ശർക്കരയാണ് എടുത്ത് ഉരുക്കിയിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് അളവിലുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ഉണ്ട്, അത് മാറ്റി വെച്ചിരിക്കാം. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് വേണം നമുക്ക് ഇത് അരഞ്ഞു കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ഇതാ നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മധുരം ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ആണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ട കെട്ടരുത്. ഇതുപോലെ ചെയ്തെടുക്കുന്ന ഈ ഒരു പലഹാരത്തിന് പച്ചരി മാവ് കൂടാതെ നമുക്കിതിലേക്ക് മൈദപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഒട്ടും കട്ട ഇല്ലാതെ നല്ല പോലെ ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് കറുത്ത എള്ളാണ്. ഇത് നിർബന്ധമില്ല, നല്ലൊരു മണം ഉണ്ടാവും. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അത് ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം ഞാനിവിടെ ഒരു കയ്യിൽ കോരി കാണിച്ചു തരാം. ദാ ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയോ ആവരുത്, ഒരുപാട് ലൂസോ ആവരുത്. ഒരു മീഡിയം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് നല്ല പോലെ ചൂടായി വന്ന ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓയിലൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്ത് വരുന്നവരേക്കും ഇട്ട് കൊടുക്കുക, എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഇരുമ്പിന്റെ കുഴിയുള്ള ചട്ടിയിലാണ് ഒഴിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ സ്റ്റീലിന്റെ കടായിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുഴിയുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയേനെ. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി അടുത്തത് ഒരു കയ്യിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്ത് 1-2 സെക്കൻഡിൽ തന്നെ ഇത് നല്ല പോലെ പൊള്ളി വരുന്നുണ്ട്. ഇനി അതൊരു സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ഇതിന്റെ ആ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അപ്പൊ ഇതാ എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.